ഞാനിന്ന് ചെറിയൊരു കഥ പറഞ്ഞു തരാം. ഈ കഥയിലെ ക്യാരക്ടറിന് നമുക്ക് മാർക്കോ എന്ന് പേര് കൊടുക്കാം. ഈ മാർക്കോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അമിതമായിട്ട് ചിന്തിച്ച് അവൻ്റെ സമാധാനവും കൂടെ നഷ്ടപ്പെട്ടു. അവൻ ആകെ റെസ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ ഉറക്കമില്ല, നന്നായിട്ടൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ മാർക്കോ ആ നാട്ടിൽ തന്നെ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നത്. ശരിക്കും ഈ മനുഷ്യൻ മറ്റുള്ളവർക്ക് പല കാര്യത്തിലെ ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ടായിരുന്നു. അങ്ങനെ മാർക്കോ അദ്ദേഹത്തിനോട് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയുവാണ്. ഒരു വിധത്തിലെ സമാധാനവും ഇല്ലാത്തതും ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ ഉള്ള കാര്യമൊക്കെ നമ്മുടെ മാർക്കോ ഈ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആ വൃദ്ധൻ നമ്മുടെ മാർക്കോയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ചെറിയൊരു ടാസ്ക്. ഒരു ഗ്ലാസ് നിറച്ച് അദ്ദേഹം വെള്ളം കൊടുത്തിട്ട് ആ വില്ലേജ് ചുറ്റി സഞ്ചരിച്ചിട്ട് വരാൻ പറയുകയാണ്. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ വെച്ചു, ഈ ഗ്ലാസ്സിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാൻ പാടില്ല. വില്ലേജ് ചുറ്റി സഞ്ചരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് എൻ്റെ അടുക്ക് തിരിച്ചു വരണം എന്ന ഒരു ടാസ്ക് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റ് മാർക്കോയ്ക്ക് നൽകുകയാണ്. മാർക്കോ അതനുസരിച്ചു. ഇപ്പോഴവൻ്റെ ശ്രദ്ധ മുഴുവനും ഗ്ലാസ്സിലെ ജലത്തിലായിരുന്നു. വളരെ പതിയെ അവൻ നടന്നു തുടങ്ങി. തിരക്കുള്ള റോഡായിരുന്നു. പക്ഷേ അതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ചുറ്റിലുമുള്ളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ കളിക്കുന്നുണ്ട്, മാർക്കറ്റിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊന്നും നോക്കാതെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഗ്ലാസ്സിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാതെ അദ്ദേഹം ആ റോഡിലൂടെ നടക്കുകയാണ്. അവസാനം ഈ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തുന്നു. ആ മനുഷ്യൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ജലവുമായി നടക്കുമ്പോൾ നിന്റെ ശ്രദ്ധ മുഴുവനും ഗ്ലാസ്സിലായിരുന്നില്ലേ? വഴിയിൽ കുട്ടികൾ കളിക്കുന്നതും ആൾക്കാർ വരുന്നതും പോകുന്നതും ഒന്നും നീ ശ്രദ്ധിച്ചതേയില്ലല്ലോ. പ്രസന്റ് മൊമെൻറ്റിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനമുണ്ടാകില്ല. ശാന്തമായ മനസ്സ് നൽകാൻ നമുക്ക് ചുറ്റിലുള്ള വ്യക്തിക്കോ വസ്തുക്കൾക്കോ ഒന്നും കഴിയില്ല. ഇന്നലകളിലോ നാളെയോ അല്ല നാം ജീവിക്കേണ്ടത്, ഇന്നത്തെ ഓരോ നിമിഷവുമാണ് ജീവിക്കേണ്ടത്. എന്നാൽ പിന്നെ അനാവശ്യ ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനവും ഉണ്ടാകില്ല. പ്രശ്നങ്ങളെ ചലഞ്ചസായി നേരിടാം, എല്ലാം ശരിയാകും എന്ന ചിന്തയോട് ജീവിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന രീതിയിൽ പെരുമാറൂ. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തേ, അങ്ങനെയല്ലേ?